ഇടുക്കി പീടുമേട് പ്ലാക്കത്തടുത്ത വനത്തിനുള്ളിൽ വനവാസി സ്ത്രീ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നു. ഇത് പോലീസ് അന്വേഷണത്തെ ബാധിക്കുന്നു. സീത മരിച്ചത് കാട്ടാന ആക്രമണത്തിലല്ല എന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വ്യക്തമായിരുന്നു. എന്നാൽ പോലീസ് കൊലപാതകം എന്ന സ്ഥിരീകരണത്തിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിവരം. സുബിൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുബിൻ, ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറാണ് ഈ ഒരു സംശയം ആദ്യം പറയുന്നത്. ഇതൊരു കാട്ടാന ആക്രമണത്തിലല്ല സീത കൊല്ലപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സീതയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത് എന്നുള്ളത്. തുടർന്നാണ് കൊലപാതക സാധ്യതയൊക്കെ അന്വേഷിച്ചത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർണ്ണമായി കയ്യിൽ കിട്ടാതെ എങ്ങനെയാണ് പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. മറ്റേതെങ്കിലും തരത്തിൽ സമാന്തരമായി പോലീസ് മുന്നോട്ട് പോയിട്ടുണ്ടോ ഈ കേസിൽ? ഈ കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കാരണം ആദ്യഘട്ടത്തിൽ ഇത് കാട്ടാനാക്രമണത്തിലല്ല ഈ ഒരു മരണം നടന്നിട്ടുള്ളത്, അത് കൊലപാതകമാണ് എന്ന തരത്തിൽ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിയത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം നടത്തിയത് ഈ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയ പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടറുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം വിശദമായ അന്വേഷണം നടത്താമെന്നുള്ളൊരു തീരുമാനമാണ് പോലീസ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 13-ാം തീയതിയാണ് ഇത്തരത്തിൽ ഈ ഒരു വനത്തിനുള്ളിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സീത എന്ന വനവാസി യുവതിയെ ഇത്തരത്തിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇത്തരത്തിൽ ഈ ഭർത്താവ് ബിനുവാണ് ആദ്യം ഇത് കാട്ടാനാക്രമണമാണ് എന്ന് പുറം ലോകത്തെയും വനംവകുപ്പിനെയും വിളിച്ചറിയിക്കുന്നത്. തുടർന്നാണ് ഈ സ്ഥലത്ത് ഇവർ തന്നെ ഈ മൃതദേഹം പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. ശേഷം ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും സീത മരിക്കുകയും ചെയ്തിരുന്നു. പ്രാഥമികമായി തന്നെയുള്ള പരിശോധനയിലാണ് ഈ ഒരു ഡോക്ടർ ഇത്തരത്തിൽ ഈ ഒരു കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ടല്ല മരണമെന്ന് പറയുന്നത്. കാട്ടാനാക്രമണത്തിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പരിക്കുകളൊന്നും തന്നെ സീതയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഡോക്ടർ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷം വ്യക്തമാക്കിയിരുന്നത്. അതിനുശേഷം ഈ പോലീസിന്റെ അന്വേഷണ സംഘം ഈ ഒരു സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി. നിലവിൽ ഇപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധനാ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിനും ജില്ലാ പോലീസ് മേധാവിക്കും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞിരുന്നത് മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഈ സംഭവം നടന്ന സ്ഥലത്ത് കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ ഒരു അവ്യക്തത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർ നടപടികൾ അല്ലെങ്കിൽ തുടർ അന്വേഷണം നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എന്തായാലും പോലീസ് എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടർ കൊടുക്കാൻ വൈകുന്നത് അത് അന്വേഷണത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം പ്രധാനമായും ഉയരുന്നത്. ഇത്തരത്തിൽ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത നീക്കണമെന്നുള്ള ഒരു ആവശ്യം ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിൽ ഈ ഡോക്ടറിൽ നിന്നും ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങുന്നതിന് വേണ്ട ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നുള്ള ആവശ്യവും അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, ശരി സുബിൻ.